മുഅ്മിനീങ്ങളെ, നാം എത്രയോ പെട്ടെന്ന് പുണ്യ റസൂലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവിടുത്തെ സൗന്ദര്യത്തെയും അവിടുത്തെ കാരുണ്യത്തെയും കുറിച്ച് നാം എത്രയോ പ്രകീർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിന്റെ ഏടുകൾക്കപ്പുറം ആ മദീനയുടെ സുൽത്താനെ നാം എങ്ങനെയാണ് ഹൃദയം കൊണ്ട് തൊട്ടറിയേണ്ടത്? അവിടുന്ന് വെറുമൊരു പ്രവാചകൻ മാത്രമായിരുന്നില്ല. അവിടുന്ന് അല്ലാഹുവിന്റെ പ്രപഞ്ചമെന്ന മഹാകാവ്യത്തിലെ ഏറ്റവും മനോഹരമായ വരികളായിരുന്നു പ്രവാചകൻ. ഭൂമിക്ക് ഭാരമാകാതെ നടന്ന, എന്നാൽ ആകാശത്തോളം ഉയരത്തിൽ വിനയം കാത്തുസൂക്ഷിച്ച ഒരു അപൂർവ വിസ്മയമായിരുന്നില്ലയോ പ്രവാചകൻ? മരുഭൂമിയിലെ കനൽക്കാറ്റിൽ ഉരുകിത്തീരുമായിരുന്ന ഒരു ജനതയ്ക്ക് നേരെ അവിടുന്ന് തന്റെ കാരുണ്യത്തിന്റെ തണൽ വിരിച്ചു കൊടുത്ത പ്രവാചകനല്ലയോ? അവിടുത്തെ പുഞ്ചിരി വെറുമൊരു ഭാവമായിരുന്നില്ല, മറിച്ച് തകർന്നടിഞ്ഞ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്ന ഏറ്റവും മാതൃകാപരമായ വഴികാട്ടിയായിരുന്ന പ്രവാചകൻ. മദീനയിലെ ആ ചെറിയ വീടിന്റെ ഉമ്മറത്തിരുന്ന് അവിടുന്ന് പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗനം അത് വെറുമൊരു നിശബ്ദതയായിരുന്നില്ല. 1000 പ്രഭാഷണങ്ങളെക്കാൾ വാചാലമായ അല്ലാഹുവിലേക്കുള്ള പ്രണയത്തിന്റെ ധ്യാനമായിരുന്നില്ലയോ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അവ വെറും അക്ഷരങ്ങളായിരുന്നില്ല, ആത്മാവില്ലാത്ത ഹൃദയങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന പെരുമഴക്കാലമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുനീർ, സ്വഹാബത്ത് കണ്ട ആ കണ്ണുനീർ തുള്ളികൾ പാതിരാത്രിയിൽ പടച്ചവന്റെ മുന്നിൽ ഈ ഉമ്മത്തിന് വേണ്ടി അവിടുന്ന് ഒഴുക്കിയ മുത്തുകളായിരുന്നു. ആ കണ്ണുനീരിന്റെ നനവിലാണ് ഇന്നും നമ്മളൊക്കെ ഇസ്ലാമിന്റെ തണലിൽ ജീവിച്ചു പോരുന്നത്. സൂര്യൻ അതിന്റെ പ്രകാശം കടം കൊണ്ടത് ആ തിരുമുഖത്ത് നിന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയായ കാര്യമല്ല. കാരണം ചന്ദ്രൻ പോലും ആ വിരൽ തുമ്പിൽ ആംഗ്യത്താൽ പിളർന്നു പോയെങ്കിൽ ആ തിരുമേനിയുടെ ആത്മീയമായ സൗന്ദര്യം എത്രത്തോളമാണ്. മനുഷ്യനെ അടിമയാക്കിയ കാലത്ത്, കറുത്തവനെന്നും വെളുത്തവനെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ കാലത്ത് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കഅബയുടെ മുകളിൽ കയറ്റി നിർത്തി അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാണ് എന്റെ സഹോദരൻ, ഇതെന്റെ സഹോദരനാണ്. ആ ഹൃദയ വിശാലതയെ വർണ്ണിക്കാൻ ഏത് ഭാഷയിലെ വാക്കുകൾക്കാണ് സാധിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും ആ റസൂലിനെ പ്രണയിച്ചു തീർന്നിട്ടില്ല. അവിടുത്തെ പാദസ്പർശമേറ്റ മദീനയിൽ മണൽത്തരികൾക്കറിയാം അവിടുത്തെ പാദങ്ങളുടെ വിനയം എത്രത്തോളമാണെന്ന്. അവിടുത്തെ വിയർപ്പ് തുള്ളികൾക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരുന്നു എങ്കിൽ ആ പവിത്രമായ ആത്മാവിന്റെ സുഗന്ധം എത്രമാത്രമായിരിക്കും. അതുകൊണ്ട് ആ റസൂലിനെ കേവലം ചരിത്ര പുരുഷനായിട്ടല്ല, മറിച്ച് നമ്മുടെ ശ്വാസത്തെക്കാൾ, നമ്മുടെ ജീവനേക്കാൾ പ്രണയിക്കേണ്ട